നമസ്കാരം, ഞാൻ രഞ്ജിലാൽ. നമ്മൾ 10ാം ക്ലാസ്സിലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ചാപ്റ്റർ 3 എടുക്കുകയാണ്. അതിൻ്റെ 4ാമത്തെ വീഡിയോ ആണിത്. നമ്മൾ എടുക്കുന്നത് സെൽഫ് ഇൻഡക്ഷൻ ഇൻഡക്ടർ മൂവിംഗ് കോയിൽ മൈക്രോഫോൺ. അതായത് സെൽഫ് ഇൻഡക്ഷനും അതിൻ്റെ ആപ്ലിക്കേഷൻസും ആണ് ഈ ചാപ്റ്റർ. അപ്പോൾ ഈ പാർട്ടിൽ നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് എന്താണ് സെൽഫ് ഇൻഡക്ഷനെ കുറിച്ച് പറയാം. The change in magnetic flux due to the flow of an AC in a solid oil will generate a back EMF in the same solid in a direction opposite to the applied voltage. എന്താ മനസ്സിലാകേണ്ടതില്ല അല്ലേ? എന്താ അർത്ഥം? നമ്മളിവിടെ ഒരു അപ്ലൈഡ് വോൾട്ടേജ് കൊടുക്കേണ്ടിയിരിക്കും. അപ്ലൈഡ് വോൾട്ടേജ് ആണ് നമ്മുടെ AC വോൾട്ടേജാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമല്ലോ. കറണ്ട് ഫ്ലോ ചെയ്ത് ഈ സോളിനോയിഡിലൂടെ കടന്ന് പോയിക്കൊണ്ടിരിക്കും അല്ലേ? നമ്മൾ പറഞ്ഞത് AC സിഗ്നലാണ് കൊടുക്കുന്നത്. AC സിഗ്നൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പൾസ് എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ആണെങ്കിൽ സെക്കൻഡ് പൾസ് എന്തായിരിക്കും? നെഗറ്റീവ് ആണ് അല്ലെ? ആദ്യത്തെ ഹാഫ് പോസിറ്റീവ് ആണെങ്കിൽ സെക്കൻഡ് ഹാഫ് നെഗറ്റീവ് ആണ്. അതായത് ആദ്യത്തേത് ഈ സൈഡ് പോസിറ്റീവ് ആണെങ്കിൽ നെക്സ്റ്റ് സെക്കൻഡിന്റെ ഉള്ളിൽ എന്തായിരിക്കും? ഈ സൈഡ് നെഗറ്റീവ്. ഇവിടെ ആദ്യം പോസിറ്റീവ് നെഗറ്റീവ് ആണ് ചെയ്യുക. നെക്സ്റ്റ് സെക്കൻഡിൽ എന്തായിരിക്കും? ഇവിടെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് ആവും അല്ലെ? അപ്പൊ കറണ്ട് ആദ്യത്തെ സെക്കൻഡിൽ കറണ്ട് ഇങ്ങോട്ട് ഒഴുകുകയാണെങ്കിൽ രണ്ടാമത്തെ സെക്കൻഡിൽ എങ്ങനെയും കറണ്ട് ഉണ്ടാകും? കറണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒഴുകുക. ഡയറക്ഷൻ, കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായല്ലോ? AC ആണെങ്കിൽ എന്ത് ചെയ്യും? ആദ്യത്തെ സെക്കൻഡില് ആദ്യത്തെ സമയത്ത് ഈ കറണ്ട് ഈ ഡയറക്ഷനിലാണെങ്കിൽ രണ്ടാമത്തെ സെക്കൻഡിലേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കറണ്ട് ചെയ്യും അല്ലേ? നമ്മള് ഈ ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് ആളുകൾ വിടുകയാണ് എന്ന് വിചാരിക്കും. ഞാൻ ഇവിടുന്ന് ഒരു 10 ആൾക്കാരെ ഇങ്ങോട്ട് വിട്ടു. അടുത്ത സെക്കൻഡിൽ ഞാനൊരു 10 ആൾക്കാർ ഇതിലൂടെ ഓപ്പോസിറ്റ് സൈഡിലൂടെ വിട്ടു. വളരെ വേഗത്തിലാണ് വരുന്നത്. അപ്പം 10 ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. 10 ആൾക്കാർ ഇങ്ങോട്ട് പോവുകയാണെങ്കിലും എന്ത് ചെയ്യും? ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവര് നമ്മൾ കൂട്ടിമുട്ടൂലേ? അപ്പൊ അവിടെ ഒരു തടസ്സം ഉണ്ടാവില്ലേ? അല്ലേ? ഉണ്ടായില്ലേ? സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. അത് അങ്ങനെ ഉണ്ടാകുമ്പോ ആ ഓപ്പോസിറ്റ് അവിടെ എന്ത് ചെയ്യും? ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും. അവിടെ EMF പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. ഇതേപോലെ തന്നെ ഇവിടുന്ന് കറണ്ട് ഇങ്ങോട്ട് ആദ്യത്തെ സെക്കൻഡിൽ കറണ്ട് ഇങ്ങോട്ട് പോവുകയും രണ്ടാമത്തെ സെക്കൻഡിൽ കറണ്ട് ഇതിലൂടെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? നമ്മൾ എങ്ങോട്ടാണോ എടുക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യും? ഒരു ബാക്ക് EMF പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇതിന് പറയുന്ന പേര്, ഈ ഒരു ഈ പ്രോസസ്സിന്റെ പേരാണ് സെൽഫ് ഇൻഡക്ഷൻ. ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറയാം. ആദ്യം ഈ സിഗ്നലിന്റെ പോസിറ്റീവ് എവിടെയും നെഗറ്റീവ് എവിടെയും. ഇവിടെ നിന്ന് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്നു വിചാരിക്കും. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നെക്സ്റ്റ് മൊമെന്റിൽ തന്നെ ഇത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും ഇവിടെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ്. അപ്പൊ ഈ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഇവിടെ ഇങ്ങോട്ടേക്ക് കറണ്ട് ഫ്ലോ ചെയ്യും അല്ലേ? ഞാൻ ആദ്യത്തെ സെക്കൻഡിൽ പോയ ആ കറണ്ട് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നില്ലേ? ഉണ്ടാവുമല്ലോ. ആ പോയി കഴിഞ്ഞിട്ട് രണ്ടാമത്തത് ഏതാണ്? ഇതിലൂടെയാണ് കറണ്ട് പോകുന്നത്. അപ്പൊ അപ്ലൈഡ് വോൾട്ടേജ് എവിടുന്ന് എങ്ങോട്ടായിരിക്കും? രണ്ടാമത്തെ സെക്കൻഡിലാണ് നമ്മൾ എടുക്കേണ്ടത്. ആദ്യത്തെ സെക്കൻഡിൽ നോർമലി അതേപോലെ തന്നെ കറണ്ട് പോകും. രണ്ടാമത്തെ സെക്കൻഡിൽ എങ്ങനെയാണ് പോകുന്നത്? അത് അപ്ലൈഡ് വോൾട്ടേജ് എങ്ങോട്ടാണ്? ഇങ്ങോട്ടേക്കാണ് അല്ലെ? ആ അപ്ലൈഡ് വോൾട്ടേജിനെ തടസ്സപ്പെടുത്താൻ കാരണമായിട്ടുള്ള എന്തായിരുന്നു? ആദ്യം കൊടുത്ത വോൾട്ടേജ് ആണ് അല്ലെ? ആ വോൾട്ടേജിനെ പറയുന്നത് അത് എന്ത് ചെയ്യും? ഇതിനെ തടസ്സപ്പെടുത്തുന്നു. അതായത് ഇങ്ങോട്ട് പോകുന്ന വോൾട്ടേജിനെ, അതായത് അപ്ലൈഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് രണ്ടാമത്തതാണ് എടുക്കുന്നത്. ആദ്യത്തേത് നമ്മൾ അതേപോലെ നോർമലി ഇങ്ങനെ പോകുന്നു. രണ്ടാമത്തെ സെക്കൻഡിൽ എന്ത് ചെയ്യുന്നു? നേരെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അപ്ലൈഡ് വോൾട്ടേജ് ആകും. ആ അപ്ലൈഡ് വോൾട്ടേജിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും. ഏത് EMF ആണ്? നമ്മൾ ആദ്യം കൊടുത്ത EMF തന്നെയാണ്.
ആ EMF-നെ നമ്മൾ പേരിട്ട് വിളിച്ചു ബാക്ക് EMF. EMF എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആണ്, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. അത് വോൾട്ടേജ് ആണ്. അപ്പൊ നമ്മള് അപ്ലൈഡ് വോൾട്ടേജ് ഇങ്ങോട്ട് കൊടുക്കുന്നതിൽ അപ്ലൈഡ് വോൾട്ടേജിന് നേരെ വിപരീതമായിട്ട് അതിനെ തടസ്സപ്പെടുത്താനായിട്ട് നമുക്ക് എന്തുണ്ടാവും, ഒരു അപ്ലൈഡ് വോൾട്ടേജ്, ഒരു ബാക്ക് EMF പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഈ പ്രോസസ്സിന് പറഞ്ഞ പേരാണ് സെൽഫ് ഇൻഡക്ഷൻ. ഓക്കെ, ഇത് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോവാണ്. നമ്മളിത് AC ആണ് നമ്മൾ കൊടുത്തത്. ഇതിന് DC കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്ക് അങ്ങനെ സെൽഫ് ഇൻഡക്ഷൻ പ്രാബല്യത്തിൽ ഉണ്ടാവുമോ ഇല്ലയെന്നാണ് അർത്ഥം. DC എന്ന് പറഞ്ഞാൽ എന്താണ്, ഡയറക്റ്റ് കറണ്ട് എന്താണ്, അതിന്റെ പൊളാരിറ്റി എന്തില്ല, ചേഞ്ച് ചെയ്യില്ല. AC എന്താണ്, പൊളാരിറ്റി ചേഞ്ച് ചെയ്യും. ആദ്യം ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് പുറത്തുവാണെങ്കിൽ രണ്ടാമത്തെ മൊമെന്റിൽ എന്തായിരിക്കും, നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് ഇവിടെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. അതാണ് AC-യുടെ കേസിൽ. DC-യുടെ കേസിൽ അങ്ങനെ ഉണ്ടോ? DC-യുടെ കേസിൽ അങ്ങനെയല്ല, എല്ലായ്പ്പോഴും ഒരേ ഡയറക്ഷനിലായിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് പോസിറ്റീവ് ടു നെഗറ്റീവ് ഇങ്ങനെ പോയി കഴിഞ്ഞു. അടുത്ത മൊമെന്റിൽ എവിടുന്ന് എങ്ങനെ വരിക, അടുത്ത മൊമെന്റിൽ ഇവിടെ ഇതേപോലെ തന്നെ പോസിറ്റീവ് നെഗറ്റീവ് വലിയ പോകും. അതായത് സ്ഥിരമായിട്ട് ഒരേ ഡയറക്ഷനിലാണ് കടന്നു പോകുക. സ്ഥിരമായിട്ട് ഒരേ ഡയറക്ഷനിൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പുറത്തുനിന്ന് ഇങ്ങോട്ട് തടസ്സപ്പെടുത്താൻ ഉണ്ടാവുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്തുണ്ടാവില്ല, ബാക്ക് EMF ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു DC സർക്യൂട്ട് ചെയ്യുമ്പോൾ അതിൽ എന്തുണ്ടാവില്ല, ഈ സെൽഫ് ഇൻഡക്ഷൻസ് പോസിബിൾ അല്ല. സെൽഫ് ഇൻഡക്ഷൻസ് പോസിബിൾ ഓൺലി ഇൻ ദ കണ്ടീഷൻസ് ഓഫ് AC സിഗ്നൽസ്. വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയേണ്ട ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. AC സിഗ്നൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളാരിറ്റി എപ്പോഴും ചേഞ്ച് ചെയ്യും. പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ചേഞ്ച് ചെയ്യും. അപ്പൊ ആദ്യത്തെ പോസിറ്റീവ് ടു നെഗറ്റീവ് കറണ്ട് പോവുകയാണെങ്കിൽ നെക്സ്റ്റ് മൊമെന്റ് പോസിറ്റീവ് ടു നെഗറ്റീവ് എന്നുള്ളത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് പോകും. അപ്പൊ അവിടെ തടസ്സപ്പെടുത്താനായിട്ട് ആദ്യം വന്നിരിക്കുന്ന വോൾട്ടേജ് രണ്ടാമത് അപ്ലൈ ചെയ്തിരുന്ന വോൾട്ടേജിനെ തടസ്സപ്പെടുത്തുന്നു. ആ തടസ്സപ്പെടുത്തുന്ന വോൾട്ടേജ് നമ്മൾ പേര് വേറെ ഇട്ട് പറയുന്നു, ബാക്ക് EMF അഥവാ ബാക്ക് EMF. അതൊരു വോൾട്ടേജ് ആണ്. EMF എന്ന് പറഞ്ഞ വോൾട്ടേജിനെയാണ്, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. അത് ഓൺലി പ്രസന്റ് ഇൻ ദ സെൽഫ് ഇൻഡക്ഷൻ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നടക്കത്തുള്ളൂ. ഓക്കെ, അതിന്റെ കാര്യങ്ങൾ ഒന്നുകൂടി പറയുന്നുള്ളൂ. ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒക്കെ പറഞ്ഞു. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, DC കറണ്ടിൽ വർക്ക് ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഇതൊക്കെ ഞാൻ നേരത്തെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, നോട്ടൊക്കെ എഴുതുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് എഴുതി വെക്കണം. അപ്പൊ ഞാൻ വേറെ നോട്ട് തരുന്നുണ്ട്. അപ്പൊ ഇതും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. എന്താണെന്നുള്ളത്, എന്തുകൊണ്ട് DC വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ DCയുടെ ഡയറക്റ്റ് കറണ്ട് ആയതുകൊണ്ട് ഡയറക്റ്റ് എന്ത് ചെയ്യും, ഒറ്റ പൊളാരിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല. അവിടെ കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് മൂവ് ചെയ്യുന്നത് കൊണ്ട് അതിനെ തടസ്സപ്പെടുത്താൻ ഒരു ബാക്ക് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അവിടെ സെൽഫ് ഇൻഡക്ഷൻസ് നടക്കുന്നില്ല. ഇനി സെൽഫ് ഇൻഡക്ഷന്റെ അപ്ലിക്കേഷൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. എവിടെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്? ഇൻഡക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ, ഇൻഡക്ടർ കേട്ടിട്ടുണ്ടാവില്ല എങ്കിലും റെസിസ്റ്റർ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. എന്താ റെസിസ്റ്റർ? ഒരു സർക്യൂട്ടിലെ കറണ്ടിനെ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസിനെ പറയുന്നത്. ഒരു സർക്യൂട്ടിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തിയിട്ട് അതിന്റെ കറണ്ടിന്റെ അളവ് അല്ലെങ്കിൽ വോൾട്ടേജ് അളവ് കുറയ്ക്കുന്ന ഡിവൈസസ് ആണ് റെസിസ്റ്റർ. റെസിസ്റ്റ് ചെയ്യുന്ന പ്രതിരോധിക്കുക. റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റർ എന്ന പ്രതിരോധം. ഓക്കെ, അപ്പൊ അതിന്റെ കേസിന് ഉപയോഗിക്കുന്നതാണ് റെസിസ്റ്റർ. എന്നാൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻഡക്ടർ എന്ന ഡിവൈസാണ്. റെസിസ്റ്റർ എന്തുകൊണ്ടാണ് നമ്മൾ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നതിനെക്കാട്ടി അതിന് പകരം ഇൻഡക്ടർ ഉപയോഗിക്കുന്നതിനൊക്കെ കുറിച്ച് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യണം. എന്താണ് ഇൻഡക്ടർ? ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് ആൻ AC സോളിനോയിഡ്. AC സോളിനോയിഡ് പ്രത്യേകം പറയണേ, AC ഇൻ സോളിനോയിഡ്. അതായത് ഇൻഡക്ടർ എവിടെ വർക്ക് ചെയ്യുള്ളൂ? AC-യിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. കാരണം നമ്മൾ ഇനി അങ്ങോട്ട് ഞാൻ AC-യിൽ DC പറയാത്തതാണ്. DC ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല, സെൽഫ് ഇൻഡക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിക്കുന്ന സെൽഫ് ഇൻഡക്ഷന്റെ അപ്ലിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന രണ്ട് കേസിലും സെൽഫ് ഇൻഡക്ഷന്റെ കണ്ടീഷനിലായതുകൊണ്ട് തന്നെ AC സർക്യൂട്ടിലാണ് നമ്മളത് അപ്ലൈ ചെയ്യുന്നത്. AC സർക്യൂട്ടിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ, DC സർക്യൂട്ടിൽ വർക്ക് ചെയ്യില്ല. ഓക്കെ, ഇനി അത് ഞാൻ പ്രത്യേകം പറയുന്നില്ല.
അപ്പോൾ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് ആൻ AC സോളിനോയിഡ് will generate a back EMF. ഇതൊക്കെ പറഞ്ഞ back EMF പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. The same solenoid in a direction opposite to the applied voltage. അപ്പോൾ അപ്ലൈഡ് വോൾട്ടേജിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഒരു ബാക്ക് EMF പ്രൊഡ്യൂസ് ചെയ്യും. ആ ബാക്ക് EMF എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കൊടുത്ത വോൾട്ടേജ് ആണ്. ഓക്കെ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ വോൾട്ടേജ് എന്ത് ചെയ്യും, എന്തായിരിക്കും സംഭവിക്കുക, അത് ഒരിക്കലും എന്ത് ചെയ്യില്ല, അത് എന്ത് ചെയ്യും, ഒരു ഈ വന്നിരിക്കുന്ന അപ്ലൈഡ് വോൾട്ടേജിനെ തടസ്സപ്പെടുത്താനായിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. അതുകൊണ്ട് എന്താണെന്നുള്ള കാര്യം പറയണേ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യും, നമ്മൾ കൊടുത്തിരിക്കുന്ന അവിടുത്തെ പവറിൽ എന്തുണ്ടെങ്കിൽ അതിന് കൊടുത്തിരിക്കുന്ന അപ്ലൈഡ് വോൾട്ടേജിൽ കൊടുത്തിരിക്കുന്ന അവിടെ ഉണ്ടാകുന്ന പവറിൽ ഒരു ചേഞ്ച് ഉണ്ടാവില്ല. പവർ നഷ്ടപ്പെടുത്താതെ തന്നെ ആ അതിലുണ്ടാകുന്ന വോൾട്ടേജോ കറണ്ടോ റെഡ്യൂസ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ് ഇൻഡക്ടർ. അതായത് റെസിസ്റ്റർ ഉപയോഗിച്ചാൽ എന്ത് ചെയ്യും, അവിടുത്തെ റെസിസ്റ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു വോൾട്ടേജ് ഇതിലേക്ക് സർക്യൂട്ടിലേക്ക് റെസിസ്റ്റർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ എന്തുണ്ടാവും, അവിടെ എന്തുണ്ടാവും, ഒരു പവർ റെഡ്യൂസ് ചെയ്യും. പവർ റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, പവർ കുറയും, അങ്ങനെ പവർ ലോസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന വോൾട്ടേജുകൾ എന്ത് ചെയ്യും, എന്തായാലും മാറും, ഹീറ്റ് എനർജിയാണ്, ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാവും, ഹീറ്റ് എനർജി ആയിട്ട് ലോസ് ആകാനുള്ള ചാൻസ് കൂടുതലാണ് ഏത് റെസിസ്റ്ററിന്റെ കേസിൽ. ഓക്കെ, റെസിസ്റ്ററിന്റെ കേസിൽ എന്താണ്, ഹീറ്റ് ആയിട്ട് പോകും ഈ കറണ്ടോ വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്ന നമുക്ക് വോൾട്ടേജ് എന്തായാലും വോൾട്ടേജ് കറണ്ടോ എന്താണ് റെഡ്യൂസ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് റെസിസ്റ്റേഴ്സ് ഉപയോഗിക്കാത്തത്. റെസിസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലാണ്ടോ? അപ്പൊ ഒരു AC സർക്യൂട്ടിൽ ഇത് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇൻഡക്ടേഴ്സ് AC സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നത് രണ്ടിന്റെ ബുദ്ധിമുട്ട് നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും പറയാം. ഒന്ന്, ഇൻഡക്ടർ എവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, AC-യിലെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതൊരു എന്താണ് AC-യിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുന്ന ഡിവൈസ് ആണെന്ന് ഇൻഡക്ടർ. DC-യിൽ വർക്ക് ചെയ്യാത്തത് കൊണ്ട് ഇൻഡക്ടർ DC സർക്യൂട്ടിൽ ഉപയോഗിക്കില്ല. ഓക്കെ, അത് അതുകൊണ്ടാണ് നമ്മൾ ആ കാര്യം നടക്കുന്നത്. എല്ലായിടത്തും ഇൻഡക്ടേഴ്സും നമുക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. ഓക്കെ, എന്നാൽ റെസിസ്റ്റർ എന്തില്ല AC-യിലും വർക്ക് ചെയ്യാം, DC-യിലും വർക്ക് ചെയ്യാം. പക്ഷേ AC-യിലായാലും DC-യിലായാലും ഇതിൽ എന്തുണ്ടാവും, പവർ ലോസ് ഉണ്ടാവും. റെസിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം റെസിസ്റ്റർ നമ്മൾ സിഗ്നൽ കൊടുക്കാതെ അങ്ങനെ ഉണ്ടാവും. ഇൻഡക്ടറിന്റെ സിമ്പൽ എന്ന് പറയുന്നത് എങ്ങനെയുണ്ടാവും, ചുറ്റിനാണ്. മറ്റേതാണെങ്കിൽ ഇങ്ങനെ ഓരോ മുള്ളു പോലെ ആയിരിക്കില്ല ഇങ്ങനെ. നമ്മൾ റെസിസ്റ്ററിന്റെ ചിത്രമൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇത് 7ാം ക്ലാസ് മുതലേ റെസിസ്റ്ററിന്റെ സിമ്പിൾസ് ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പം റെസിസ്റ്റർ എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തത്, ഒരു AC സർക്യൂട്ടിൽ റെസിസ്റ്റേഴ്സ് നിങ്ങളുടെ ബെറ്റർ ഇൻഡക്ടർ ആണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വായി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡക്ടേഴ്സ് എന്ത് ചെയ്യില്ല, പവർ ലോസ് ഉണ്ടാക്കുന്നില്ല. ഓക്കെ, ഇൻഡക്ടേഴ്സ് പവർ ലോസ് ഉണ്ടാക്കാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇൻഡക്ടേഴ്സ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് AC സർക്യൂട്ടിൽ ഉപയോഗിക്കാൻ കാരണം. ഓക്കെ, എന്നാൽ ഇൻഡക്ടേഴ്സ് ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇൻഡക്ടേഴ്സ് പവർ ലോസ് ഉണ്ടാക്കുന്നില്ല, എന്നാൽ ഇത് നമുക്ക് ഇത് എല്ലാ സർക്യൂട്ടുകളിലും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? അപ്പം പറയുന്നത് വെച്ചാൽ ഇൻഡക്ടേഴ്സ് ഓൺലി യൂസ് ഇൻ AC സർക്യൂട്ടിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം ഇറ്റ് പ്രൊഡ്യൂസസ് എ ബാക്ക് EMF ഓൺലി ത്രൂ ദ AC സർക്യൂട്ടിലൂടെ മാത്രമേ ബാക്ക് EMF പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇൻഡക്ടേഴ്സ് AC സർക്യൂട്ടിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, അതാണ് ആ കാര്യങ്ങൾ കൂടി ഒന്ന് ഓർമ്മിച്ചത്. ഒന്നുകൂടി AC സർക്യൂട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് മാത്രമാണ് ഇൻഡക്ടേഴ്സ്. റെസിസ്റ്റേഴ്സ് എന്തിൽ ഉപയോഗിക്കാം, ഇൻഡക്ടേഴ്സിലും അതുപോലെ റെസിസ്റ്റേഴ്സ് ഏതിലൊക്കെ ഉപയോഗിക്കാം, AC സർക്യൂട്ടിലും അതുപോലെ DC സർക്യൂട്ടിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, പക്ഷെ എന്താ കാരണം, എന്താണ് ഏറ്റവും നല്ലത്, ഇതിൽ ഏറ്റവും നല്ലത് ഏതാണെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, റെസിസ്റ്റേഴ്സിന്റെ കേസിൽ പവർ ലോസ് ഉണ്ടാവും, പവർ നഷ്ടം ഉണ്ടാവും. എന്നാൽ ഇൻഡക്ടേഴ്സിന്റെ കേസിൽ പവർ നഷ്ടപ്പെടാതെ എന്ത് ചെയ്യും, ആ സർക്യൂട്ടിലെ കറണ്ടോ വോൾട്ടേജോ എന്താണ് കുറയ്ക്കാൻ നമുക്ക് പറ്റും. ഒരു കാര്യം പറയട്ടെ, ഇൻഡക്ടേഴ്സിന്റെ കേസിലും ചെറിയ രീതിയിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള
എന്ത് ചെയ്യുന്നുണ്ട്, പവർ ലോസ് ഉണ്ടാവും. അത് ഹീറ്റിന്റെ ഇരുന്ന രീതിയിലാണ്, വളരെ മൈന്യൂട്ടായിട്ട് ഒരു എന്തുണ്ടാവും, ഒരു ഹീറ്റ് ലോസ് എന്തായാലും ഉണ്ടാവും. 100% ഇതായിട്ടുള്ള ഒരു സക്സസ് ആയിട്ടുള്ള ഒരു കാര്യവും നമ്മുടെ ഇതിലില്ല. അപ്പൊ ഓക്കെ, അപ്പൊ ഇൻഡക്ടേഴ്സ് എന്ന് പറയുന്നത് എന്തിന്റെ ആപ്ലിക്കേഷനാണ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്തിന്റെ ഇതാണല്ലോ, സെൽഫ് ഇൻഡക്ഷൻ കേസിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് അതിന്റെ ഒരു സിമ്പലാണ്, ഇങ്ങനെയാണ് അതിന് സിമ്പിൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇൻഡക്ടർ ഈസ് ആൻ ഇൻസുലേറ്റഡ്. എന്താണ് ഇൻഡക്ടേഴ്സ് നോക്കിയാൽ, ഇൻഡക്ടർ ഈസ് ആൻ ഇൻസുലേറ്റഡ് കോപ്പർ വയർ wounded in a helical shape or coil. ഇതൊരു പെൻസിലോ ഇതിന്റെ മുകളിലൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഒരു സിലിണ്ടർ ആയിട്ട് ചുറ്റി എടുത്തിട്ടുണ്ടാക്കിയിരിക്കുന്ന ആ ഒരു കോപ്പർ വയറിന്, ഇൻസുലേറ്റഡ് ആയിട്ടുള്ള കോപ്പർ വയറിന് പറയുന്ന പേരാണ് എന്ത്, ഇൻഡക്ടർ. ഓക്കെ, ഇൻഡക്ടർ മനസ്സിലായല്ലോ. അപ്പൊ ഇതിന്റെ ഇതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അടുത്തത് ഇൻഡക്ടറിന്റെ എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻ, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഡി സിയിലാണ് ഉപയോഗിക്കുന്നത്, അതിന്റെ യൂസ് എന്താണ്, ഓപ്പോസിസ് അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ലോസ് ഓഫ് പവർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ മൂവിംഗ് കോയിൽ മൈക്രോഫോൺ. മൂവിംഗ് കോയിൽ മൈക്രോഫോൺ, ഇതാണ് എന്റെ ചിത്രം. ഇത് എനിക്ക് ഇതിൽ ഒരു പരിമിതി ഉള്ളതെന്ന് വെച്ചാൽ ഇത്ര ചെറുതാക്കി എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ ചിത്രം വ്യക്തമായിട്ട് കിടക്കുന്നുണ്ട്. ആ ചിത്രങ്ങൾ നോക്കി വെക്കാം. ഓക്കെ, തന്നിരിക്കുന്നത് ഈ ഭാഗത്തെ നമ്മൾ ഡയഫ്രം എന്ന് പറയും. ഡയഫ്രം മുന്നിലല്ല. ഓക്കെ, ഇത് നമ്മളൊരു എന്താണ്, ഒരു അയൺ റോഡാണ്, ഒരു മാഗ്നറ്റ് ആണ്. ഓക്കെ, ഇതൊരു മാഗ്നറ്റ് ആണ്. ദിസ് ഈസ് എ കോയിൽ, ഇതൊരു കോയിലാണ്. ഓക്കെ, പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഇലക്ട്രിക്കൽ പൾസ് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 വയർ കൊടുക്കുന്നു. ഓക്കെ, ഇലക്ട്രിക്കൽ സിഗ്നൽസ് കൊടുക്കാനുള്ള 2 വയറും. ഇവിടെ നിന്നാണ് സൗണ്ട് കൊടുക്കുക. ഇതാണ് നമ്മൾ മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ മൈക്ക്. അതിന് മുൻവശമാണെന്ന് വിചാരിക്കാറ്. മുൻവശത്ത് ഇതേപോലെ ഒരു എന്തുണ്ടാവും, ഒരു കടലാസ് പോലെയുള്ള ഉള്ളിലുള്ള സാധനം ഉണ്ടാവും. ഏറ്റവും തൊട്ട് മുന്നിൽ ഒരു നെറ്റ് ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും, ഈ നെറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ല, പക്ഷെ കഴിയുന്നത് പൊടി ആകാതിരിക്കുക, പിന്നെ എന്തെങ്കിലും ആ ഡയഫ്രത്തിന് കേട് വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അത് മുന്നിലൊരു എന്ത് കൊടുത്തിരിക്കുന്നത്, ഒരു നെറ്റ് പോലത്തെ സാധനം വെച്ചിരിക്കുന്നത്. ഓക്കെ, അതാണ് അതിന്റെ പർപ്പസ്. പിന്നെ ഈ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഡയഫ്രത്തില് അതൊരു കടലാസിന്റെ ഒരു പേപ്പർ പോലുള്ള സാധനം, കടലാസ് പോലുള്ള കട്ടിയുള്ള കടലാസായിരിക്കും. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് when we produce sound, the sound waves reaches to the diaphragm. ഡയഫ്രത്തിൽ വന്ന് മുട്ടുന്നു. ഈ ഡയഫ്രത്തിൽ വന്ന് മുട്ടുമ്പോൾ ഈ ഡയഫ്രം അറ്റാച്ച് ടു എ കോയിൽ, ഒരു കോയിലുമായിട്ടായിരിക്കും ഈ ഡയഫ്രം അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ കോയിലുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടുത്ത് യോജിച്ചിട്ടായിരിക്കുന്നത്. നമ്മൾ ഈ സൗണ്ട് കൊടുക്കുന്നതിന് ഫലമായിട്ട് വളരെ തിന്നായിട്ടുള്ള കോയിലായിരിക്കും. ഈ ജസ്റ്റ് ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ തന്നെ ഭയങ്കര സ്പീഡിൽ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സൗണ്ട് ഇതിലേക്ക് വരുമ്പോൾ തന്നെ ഈ ഇതില് നമ്മുടെ ഡയഫ്രത്തിൽ തട്ടിയിട്ട് അതെന്ത് ചെയ്യും, ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും. ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്ന ഫലമായിട്ട് ഈ കോയിൽ എന്ത് ചെയ്യും, അതിനോടൊപ്പം വൈബ്രേറ്റ് ചെയ്യും. അതിനോട് അറ്റാച്ച് ചെയ്തല്ലേ കോയിൽ, അതിനോടൊപ്പം വൈബ്രേറ്റ് ചെയ്യും. നമ്മൾ ആദ്യം പറഞ്ഞു ഈ കറുത്ത ഇതായിട്ട് നിൽക്കുന്നത് എന്താണ്, മാഗ്നറ്റ് ആണ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ടച്ച് തൊടില്ലാതെ ഇതിലൊരു സിലിണ്ടറിക്കൽ മാഗ്നറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഡയഫ്രത്തിന്റെ ഉള്ളിലൊക്കെ കാണാം. ഒരു നമ്മളെ ഉള്ളിൽ സ്പീക്കറിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് കാണാനില്ല. അതേപോലെ തന്നെ ഒരു മാഗ്നറ്റ്, ഒരു സിലിണ്ടർ ആയിട്ടുള്ള മാഗ്നറ്റിക് ഉണ്ടാവും. അപ്പൊ ഇതിന് എന്ത് ചെയ്യും, ഈ കോയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഫലമായിട്ട് നമുക്കറിയാം ഈ മാഗ്നറ്റിന് നോർത്ത് പോൾ സൗത്ത് പോൾ ഉണ്ട്. നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് എന്താവും, ഫീൽഡ് ലൈൻസ് കടന്നു പോയിട്ടുണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോകുന്നുണ്ട്. ഓക്കെ, ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കട്ട് ചെയ്താൽ, ഏതെങ്കിലും ഒരു വസ്തു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കറണ്ട് ഉണ്ടാവുമെന്ന് നമ്മൾ സോളിനോയിഡിന്റെ കേസിലൊക്കെ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പം ഈ മാഗ്നറ്റിന്റെ ഫീൽഡിനെ എന്ത് ചെയ്യും, ഈ സോളിനോയിഡിൽ തന്നെ ഇത് സോളിനോയിഡ് ആയിട്ട്, ഈ കോയിൽ സോളിനോയിഡ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യപ്പെടും. ഓക്കെ, ഈ സോളിനോയിഡ് ആയിട്ട് ആക്ട് ചെയ്യപ്പെടുന്ന ഈ കോയിൽ എന്ത് ചെയ്യും, ഇതിലൂടെ വൈബ്രേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഈ 2 ഇതിലും വയറിലൂടെയും നമുക്ക് എന്ത് ചെയ്യും, സിഗ്നൽസ്, ഇലക്ട്രിക്കൽ സിഗ്നൽസ് എന്ത് ചെയ്യും, ലഭിക്കും. ഓക്കെ,
മനസ്സിലായോ? അപ്പൊ നമുക്കിവിടെ സൗണ്ട് വേവ്സിനെ, സൗണ്ട് എനർജിയെ നമുക്കിവിടെ എന്തായിട്ട് മാറ്റും? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റും. അപ്പം സൗണ്ട് വേവ്സിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഒരു ഡിവൈസ് ആണ് മൈക്രോഫോൺ. ഓക്കെ, മൂവിംഗ് കോയിൽ മൈക്രോഫോൺ. ഇതുകൊണ്ടാണ് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ എന്ന് പറയാൻ. ഇവിടെ ഒരു കോയിൽസ് എന്ന് പറയില്ലേ, ഈ കോയിൽ മൂവ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ എന്ന് പറയുന്നത്. ഓക്കെ, സിംപ്ലി നമ്മൾ എന്ത് പറയും? മൈക്ക് എന്ന് പറയുന്ന സംഭവം ഇത് തന്നെയാണ്. ഓക്കെ, അതിന്റെ പാർട്സ് നമ്മൾ ഡയഫ്രം എന്ന് പറയുന്ന മുന്നിലുള്ള ഭാഗമാണ്. പെർമനന്റ് മാഗ്നറ്റ് ഈ കറുത്ത് കിടക്കുന്ന ഈ ഉള്ളിലുള്ള പിക്ചറാണ്. പിന്നെ വോയിസ് കോയിൽ ഓർ മൂവിംഗ് കോയിൽ, അതാണ് മൂവിംഗ് കോയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കോയിൽ ഈ ഡയഫ്രമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു കോയിലാണ്. എനർജി ഇവിടെ എന്താ? എനർജി ചേഞ്ചസ് എന്താണ് നടക്കുന്നത്? സൗണ്ട് എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറും, അത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. സൗണ്ട് എനർജി എങ്ങനെയാ? സൗണ്ട് എനർജി എന്ത് ചെയ്യും? ഈ ഡയഫ്രത്തിന്റെ മുകളിൽ തട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതെന്താവും? ഒരു മെക്കാനിക്കൽ വർക്കാണ് ഉണ്ടാകുക. അത് എന്ത് ഈ സോളിനോയിഡ് സോളിനോയിഡ് ഓർ മൂവിംഗ് കോയിലായിട്ട് അറ്റാച്ച് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഈ സൗണ്ട് വേവ് മെക്കാനിക്കൽ എനർജി ആവും. താനെ വൈബ്രേറ്റ് ചെയ്യല്ലേ, അത് താനെ വൈബ്രേറ്റ് ചെയ്യല്ലോ. അങ്ങനെ വൈബ്രേറ്റ് ചെയ്തിട്ട് മെഷീനറി പോലെ വർക്ക് ചെയ്യില്ല. ആ മെക്കാനിക്കൽ എനർജി പിന്നീട് എന്താവും? ഇതിനുള്ളിലുള്ള ഈ പറഞ്ഞിരിക്കുന്ന ഈ മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഈ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഈ സോളിനോയിഡ് പോലുള്ള മൂവിംഗ് കോയിൽ കട്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്തുണ്ടാവും? അവിടെ ഇലക്ട്രിക്കൽ പൾസ് ഉണ്ടാവും. സോ സൗണ്ട് എനർജി മെക്കാനിക്കൽ എനർജിയായി പിന്നീട് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇനി ഇതിന്റെ വർക്കിങ്ങിന് ഇലക്ട്രിക്കൽ എനർജിയെ കിട്ടി എന്ന് പറഞ്ഞല്ലോ നമ്മളിവിടെ. ഓക്കെ, വർക്കിംഗ് ഇതുവരെയുള്ള നമ്മൾ പറഞ്ഞു മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ പൾസ് ആയിട്ട് മാറി. ഈ ഇലക്ട്രിക്കൽ പൾസ് എന്ന് പറയുന്നത് വളരെ 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 ചെറിയ ഇലക്ട്രിക്കൽ പൾസാണ്. ഓക്കെ, വളരെ ആയിട്ടുള്ള ചെറിയ ഇലക്ട്രിക്കൽ പൾസാണ്. ഈ വളരെ ചെറിയ ഇലക്ട്രിക്കൽ പൾസിനെ അതിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് എന്താണ്? ആംപ്ലിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ആ സിഗ്നൽസിനെ വലിയ സിഗ്നലാക്കി മാറ്റും. ഓക്കെ, ചെറിയൊരു സിഗ്നൽസിനെ വലിയ സിഗ്നലാക്കി മാറ്റുന്ന ഒരു ഡിവൈസ് ആണ് ആംപ്ലിഫയർ. നിങ്ങൾ അത്രയെങ്കിലും മനസ്സിലാക്കാം. ആംപ്ലിഫിക്കേഷൻ ചെയ്യുക, അതായത് സിഗ്നൽസിന് സ്ട്രെങ്ത് കൂട്ടാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ആംപ്ലിഫയർ. നിങ്ങളുടെ സ്കൂളിലൊക്കെ കാണാം, നമുക്ക് അവിടെ ഈ എന്താ നമ്മളെ ഈ ഇതിൽ സംസാരിക്കുന്ന സമയത്ത് ഒരു പെട്ടി പോലുള്ള ഒരു കറുത്ത ബോക്സ്, അത് ആംപ്ലിഫയർ എന്നാണ് അതിന് പറയാം. ഓക്കെ, ആ കറുത്ത ബോക്സ് ആണ് ആംപ്ലിഫയർ. അതിന്റെ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുന്ന സൗണ്ട് ഇതിലൂടെ സൗണ്ട് വേവ്സിനെ മെക്കാനിക്കൽ എനർജി ആക്കി ഇലക്ട്രിക്കൽ എനർജി ആയി കിട്ടുന്ന ഇലക്ട്രിക്കൽ എനർജി വളരെ ചെറിയ സിഗ്നലായിരിക്കും. ആ സിഗ്നൽസിനെ വലിയ സിഗ്നലാക്കി മാറ്റുക അല്ലെങ്കിൽ സ്ട്രെങ്ത് കൂട്ടുക, അതിന്റെ പർപ്പസാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആംപ്ലിഫയർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ആംപ്ലിഫിക്കേഷൻ. അതായത് സ്മോൾ സിഗ്നൽസിനെ വീക്ക് സിഗ്നൽസിനെ എന്താണ് ഹൈ സിഗ്നൽസ് ആക്കി മാറ്റുന്ന ഓർ ആംപ്ലിഫൈഡ് സിഗ്നൽസ് ആക്കി മാറ്റുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ആംപ്ലിഫിക്കേഷൻ. ഈ ആംപ്ലിഫിക്കേഷൻ നടത്തുന്ന ഡിവൈസ് ആണ് ആംപ്ലിഫയർ. മാറിപ്പോയത് പ്രോസസ് ആംപ്ലിഫിക്കേഷൻ, ഡിവൈസ് ഏതാണ്? ആംപ്ലിഫയർ. ഓക്കെ, അങ്ങനെ ആംപ്ലിഫൈ ചെയ്തിരിക്കുന്ന ആ സിഗ്നൽസ് ആണ് നമുക്ക് എവിടെ എത്തുന്നത്? നമ്മളെ ലൗഡ് സ്പീക്കറിലേക്ക് എത്തിയിട്ട് ലൗഡ് സ്പീക്കറിലൂടെ വർക്ക് ചെയ്യുന്നത്. ലൗഡ് സ്പീക്കർ അടുത്തുള്ള ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, ഇപ്പൊ മൂവിംഗ് കോയില് മൈക്രോഫോണിനെ കുറിച്ച് ഇത്രയാണുള്ള ഡിവൈസ് പഠിക്കാനുള്ളത്. അപ്പം ഇന്നത്തെ ഇതില് ഇത്രയും കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറൊരു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പവർ ട്രാൻസിഷൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാവുന്നതാണ്. ഓക്കെ.